നമസ്കാരം. പാലാ വിഷൻ പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ. കത്തോലിക്ക സഭ 100 വീടുകൾ നിർമ്മിച്ചു നൽകും. ബംഗ്ലാദേശിൽ പട്ടാള ഭരണം. മുഹമ്മദ് യൂനുസ് ഉപദേഷ്ടാവ്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മുഖ്യമന്ത്രി. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ അപലപിച്ച് ബ്രിട്ടീഷ് മെത്രാൻമാർ. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും കോഴിക്കോട് വിലങ്ങാട് പ്രദേശങ്ങളിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ KCBC തീരുമാനിച്ചു. ആഗസ്റ്റ് 5-ന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കേരള കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളും സന്യാസ സമൂഹങ്ങളും സഭാസ്ഥാപനങ്ങളും വ്യക്തികളും സംവിധാനങ്ങളും സംയുക്തമായിട്ടാണ് ദുരന്ത നിവാരണ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നത്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ്. വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് സൈന്യം ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം എടുക്കും. ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ നിലവിൽ പട്ടാള ഭരണമാണ്. ഹസീനയുടെ രാഷ്ട്രീയ എതിരാളി ഖാലിദ സിയെ മോചിപ്പിച്ചിട്ടുണ്ട്. വിവിധ കേസുകളിലായി ജയിലിൽ കഴിയുന്ന ഖാലിദയെ മോചിപ്പിക്കാൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ഉത്തരവിട്ടിരുന്നു. ബംഗ്ലാദേശിൽ കലാപം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി BSF. ബംഗ്ലാദേശ് അതിർത്തിയിലെ ബരാക് താഴ്വരയിൽ ആസാം, ത്രിപുര എന്നിവിടങ്ങളിലെ പോലീസും BSFും ചേർന്ന് സുരക്ഷ ശക്തമാക്കി. ആസാം 265.5 കിലോമീറ്ററും ത്രിപുര 856 കിലോമീറ്ററുമാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. ഇവിടങ്ങളിൽ പട്രോളിംഗും ഊർജിതമാക്കി. ഇന്ത്യക്കാർ ബംഗ്ലാദേശിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വയനാട് ദുരന്തത്തെ സങ്കുചിത താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രണ്ടാമത് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും വിളിച്ച് എന്ത് സഹായവും നൽകാൻ സന്നദ്ധരാണ് എന്ന് അറിയിച്ചു. ബ്രിട്ടനിലെ സൗത്ത് പോർട്ടിൽ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ അപലപിച്ച് കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും വേണ്ടിയുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബിഷപ്പ് പോൾ മക് അലീനൻ. ഇത്തരം അക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾക്ക് ഭീഷണിയാണെന്നും UK ഉടനീളം നടന്ന കലാപങ്ങളെ അപലപിക്കുന്നതായും ബിഷപ്പ് പോൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ. കത്തോലിക്ക സഭ 100 വീടുകൾ നിർമ്മിച്ചു നൽകും. ബംഗ്ലാദേശിൽ പട്ടാള ഭരണം. മുഹമ്മദ് യൂനുസ് ഉപദേഷ്ടാവ്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മുഖ്യമന്ത്രി. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ അപലപിച്ച് ബ്രിട്ടീഷ് മെത്രാൻമാർ. വാർത്തകൾ സമാപിച്ചു. ശുഭദിനം നേരുന്നു.